വീടെന്നത് വെറുമൊരു സ്വപ്നമല്ല, ഒരു ജീവിതകാലം മുഴുവൻ ചിലവഴിക്കുന്ന ഒരിടമാണ്. അതുകൊണ്ട് തന്നെ മനസ്സിനും കാഴ്ചയ്ക്കും ഭംഗിയുള്ളതായിരിക്കണം. അത്തരത്തിൽ ഇന്നോവേറ്റ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് പുതുതായി നിർമ്മിച്ച ഭവനമാണിത്. സ്ക്വയർ ഫീറ്റ് വരുന്ന ഗ്രൗണ്ട് ഫ്ലോറിൽ സിറ്റ് ഔട്ട്, ലിവിംഗ്, ഡൈനിങ്, കോമൺ ടോയ്ലറ്റ്, കിച്ചൺ, വർക്ക് ഏരിയ, അറ്റാച്ച്ഡ് ടോയ്ലറ്റിനോട് കൂടിയ മാസ്റ്റർ ബെഡ്റൂം കൂടാതെ ഒരു ബെഡ്റൂം എന്നിവയാണുള്ളത്. സ്ക്വയർ ഫീറ്റ് വരുന്ന ഫസ്റ്റ് ഫ്ലോറിൽ ബാൽക്കണി, അപ്പർ ലിവിംഗ്, 2 ബെഡ്റൂംസ്, കോമൺ ടോയ്ലറ്റ് എന്നിവയും നൽകിയിരിക്കുന്നു. സിറ്റ് ഔട്ട് കയറി വരുന്നത് ലിവിങ്ങിലേക്കാണ്. സോഫ സീറ്റിംഗ്, TV യൂണിറ്റ് സൗകര്യങ്ങളാൽ ലിവിംഗ് വളരെ മനോഹരമായി അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇന്റീരിയർ പാർട്ടീഷൻ വാൾ നൽകി ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് കോമൺ ടോയ്ലറ്റും വാഷ് കൗണ്ടറും നൽകിയിരിക്കുന്നത്. ഡൈനിങ്ങിൽ നിന്ന് ചെറിയൊരു ഓപ്പൺ കോർട്ട്യാർഡ് സ്പേസ് ഈ വീടിനുണ്ട്. സീറ്റർ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിനോട് കൂടിയ ഓപ്പൺ ടൈപ്പ് മോഡുലാർ കിച്ചണാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ സ്പേസും നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റിനോട് കൂടിയ മാസ്റ്റർ ബെഡ്റൂം കൂടാതെ അഡീഷണൽ ഒരു ബെഡ്റൂമും സ്പേസ് യൂട്ടിലൈസേഷൻ നൽകി അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
ഇതിനോട് ചേർന്നാണ് ഈ വീടിൻ്റെ സ്റ്റെയർ കേസിൻ്റെ സ്ഥാനം. സ്റ്റെയർ കയറി വരുന്നത് അപ്പർ ലിവിങ്ങിലേക്കാണ്. അവിടെ നിന്നും ബാൽക്കണി സ്പേസും നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂംസ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കോമൺ ടോയ്ലറ്റ് ഈ 2 ബെഡ്റൂംസിൻ്റെയും അടുത്തായി നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടും ഒരു ഫാമിലിക്ക് കഴിയാവുന്ന മുഴുവൻ സൗകര്യങ്ങളും ഈ വീടിനുണ്ട്. ഈ വീടിൻ്റെ ഓണർ വിപിൻ സാറിനും കുടുംബത്തിനും ഇന്നോവേറ്റ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സിൻ്റെ 1000 ആശംസകൾ. താങ്ക് യു. അമ്മ ഇങ്ങനെ പറഞ്ഞതനുസരിച്ചാണ് ഞാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുമായിട്ട് ബിൽഡേഴ്സിൻ്റെ മിസ്റ്റർ ഹരിയെയും മിജേഷിനെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ അവർ കമ്പനിയുടെ കംപ്ലീറ്റ് പ്രൊസീജിയർ എനിക്ക് വാട്സപ്പ് ത്രൂ ആയിരുന്നു കംപ്ലീറ്റ് പോയത്. ഇപ്പം തന്നെ നമ്മുടെ എഗ്രിമെൻറ്റും കാര്യങ്ങളെല്ലാം സൈൻ ചെയ്ത സമയത്ത് വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഞാനൊരു സ്ഥലത്തില്ലായിരുന്നു. ഈ വീടിൻ്റെ പണികൾക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തതെല്ലാം കമ്പനി വെച്ചിരുന്ന സൈറ്റ് എൻജിനീയറായാലും സൂപ്പർവൈസർമാർ അങ്ങനെയായിരുന്നു വീടിൻ്റെ പണികളെല്ലാം കോർഡിനേറ്റ് ചെയ്ത്. മിസ്റ്റർ ഹരി ആയാലും മിസ്റ്റർ വിജേഷ് ആയാലും വളരെയധികം സപ്പോർട്ടറായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും. ചെങ്ങന്നൂർ പുതിയൂരാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞാൻ ഇതിൻ്റെ അച്ഛനും അമ്മയും. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇന്നോവേറ്റീവ് ബിൽഡേഴ്സ് ഒരു കെട്ടിടം പണിതു. അതിനെ ഹൗസ് വാമിങ്ങിന് ഞാൻ പങ്കെടുത്തു. അതനുസരിച്ച് ഞാൻ മോനോട് വിളിച്ച് പറഞ്ഞു ഇങ്ങനൊരു കമ്പനിയുണ്ട്, ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. അതനുസരിച്ച് കമ്പനിയുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ ഈ വീട് പണിയുന്നതിന് വേണ്ടി ആരംഭം കുറിച്ചത്. ഞാൻ ഈ പണി തുടങ്ങിയ മുമ്പ് ഞാൻ ഇവിടെ ഉണ്ട്. ജോലിക്കാരെല്ലാം നല്ല രീതിയിലാണ് സഹകരണവും. പിന്നെ സൈറ്റ് എഞ്ചിനീയർ, സൂപ്പർവൈസർമാർ ഇവരെല്ലാം നല്ല രീതിയിലാണ് വർക്ക് ചെയ്തത്. അത് നമ്മളുടെ പേയ്മെൻ്റ് ഒക്കെ ആടുന്നുണ്ടെങ്കിലും ഓരോ പേയ്മെൻറ്റ് സ്റ്റേജുകളും കഴിയുന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പേരിൽ പേയ്മെൻറ്റിൻ്റെ ഒരു ഡിലേ ഉണ്ടായിട്ടില്ല. എന്നാലും ആ പേയ്മെൻറ്റ് ചെയ്യുന്ന കറക്റ്റായ രീതിയിൽ നമ്മളുടെ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായ രീതിയിൽ ഒരു പേയ്മെൻറ്റ് സ്റ്റേജ് കഴിയുന്നുടനെ നെക്സ്റ്റ് വർക്ക് സ്റ്റേജ് കാര്യങ്ങളും മുന്നോട്ട് പോയി. ഒരു ഡിലേ ഒന്നും ഉണ്ടായിട്ടില്ല അല്ലേ? വർക്കിന്റെ കാര്യത്തിൽ ഒരു ഡിലേ വർക്കിന് ഡിലേ ഒന്നും വന്നിട്ടില്ല. ഒരു ഡിലേ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അതിൽ നമ്മൾ ഹാപ്പിയാണ്. പണിയുടെ കാര്യത്തിൽ ഉത്തരവാദിത്തത്തിൽ അവർ നല്ല മുന്നിട്ട് നിൽക്കുന്ന കമ്പനിക്കാരാണ്. പിന്നെ അതുകൂടാതെ സൈറ്റ് എഞ്ചിനീയർ, സൂപ്പർവൈസർമാർ എല്ലാവരും നമ്മുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് തന്നെ അവർ നമ്മളോടൊപ്പം നിന്ന് മെറ്റീരിയൽസ് എടുക്കുന്ന കാര്യത്തിലായാലും ഓരോ കടകളിലും നമുക്ക് ഇഷ്ടപ്പെട്ട ടൈലായാലും സാനിറ്ററി സാധനങ്ങളായാലും എല്ലാം നല്ല ഇതായ രീതിയിൽ അവർ സെലക്ട് ചെയ്ത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെടുന്നത് എന്തെങ്കിലും പോരായ്മയുള്ള സാധനമാണെങ്കിൽ അവരെ ചൂണ്ടിക്കാണിച്ച് അതെടുക്കേണ്ട. അതിനകത്ത് ഞങ്ങളോടൊപ്പം വളരെ സംതൃപ്തമായ രീതിയിലുള്ള ഇടപെടലായിരുന്നു, പ്രത്യേകിച്ച് സൈറ്റ് എഞ്ചിനീയർ. മിസ്റ്റർ വിജേഷ് ആയാലും മിസ്റ്റർ ഹരി ആയാലും എല്ലാ കാര്യങ്ങളിലും ഇപ്പം നമുക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും അതിനിടയ്ക്ക് ഉണ്ടായാലും, പിന്നെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്തെങ്കിലും ക്വാളിറ്റി ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യുന്നതിനായാലും എല്ലാത്തിനും അപ്പോഴപ്പോൾ മിസ്റ്റർ ഹരി ആയാലും മിസ്റ്റർ വിജേഷ് ആയാലും അവർ നമുക്ക് ഇവിടുത്തെ സൈറ്റ് എഞ്ചിനീയർ ആയാലും സൂപ്പർവൈസർമാരെ വിളിച്ച് എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ ഭംഗിയായി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് സമയാസമയങ്ങളിൽ
പിന്നെ കൂടുതലും ഇത് വാട്സപ്പ് ത്രൂ ആയിരുന്നു വീട് കംപ്ലീറ്റ് ചെയ്തെടുത്തത്. വാട്സപ്പ് ത്രൂ ആയിരുന്നു. അപ്പൊ ഞാനിവിടെ സ്ഥലത്തില്ലായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു പറയാൻ അച്ഛനും അമ്മയും ഇപ്പൊ ചെങ്ങന്നൂർ നടക്ക് ഇവിടെ നിന്ന് വരുന്നല്ലാതെ. പിന്നെ അതുകൂടാതെ എൻ്റെ വൈഫിൻ്റെ അച്ഛന് അദ്ദേഹമായിരുന്നു പണി നടക്കുന്ന സമയങ്ങളിലെല്ലാം ഇവിടെ കൂടുതലായി ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ അതുകൂടാതെ നമ്മുടെ ഇപ്പം കമ്പനി ഏൽപ്പിച്ച മേശരിമാരായാലും പിന്നെ ടൈൽ വർക്കേഴ്സ്, കാർപ്പൻറ്റേഴ്സ്, പിന്നെ പെയിന്റേഴ്സ്, അവിടെ എല്ലാം നല്ല എക്സ്പീരിയൻസ്ഡ് ആൻഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു എല്ലാവരും. നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഔട്ട്പുട്ട് ഇതിനകത്തുനിന്ന് കിട്ടി. നമ്മളതിൽ ഹാപ്പിയാണ്. നമ്മുടെ വീട് പണിയെക്കുറിച്ചാണെങ്കിലും ഞങ്ങളോട് ചോദിച്ചാലോളം ഞങ്ങൾ ഇന്നോവേറ്റുകാരുടെ പണിയെക്കുറിച്ചാണ് പറയുന്നത്. യാതൊരു പരാതിയോ വഴക്കോ ഇല്ല. സാധാരണ ഒരു വീട് കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ കോൺട്രാക്ടറുമായിട്ടും അതിലെ പണിക്കാരുമായിട്ടൊക്കെ സംസാരിച്ചുകൂടാന്നേലും അല്ലാതാണെങ്കിൽ ഇഷ്യൂസ് ഉണ്ടാവും. വിഷയമുണ്ട്. ഇത് ആ വക യാതൊരു കാര്യങ്ങളുമില്ല. ഞങ്ങൾ എന്തഭിപ്രായം പറഞ്ഞാലും സൈറ്റിലെ ഉത്തരവാദിത്തത്തോടു കൂടി ഒരു സൈറ്റ് എഞ്ചിനീയർ അദ്ദേഹത്തിനോട് പറഞ്ഞാൽ രാവിലെ പറഞ്ഞാൽ വൈകുന്നേരം അത് നടപ്പിലാക്കിയിരിക്കും. അതാണ് ഈ കമ്പനിക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കൊരു കുറ്റം അവരെക്കുറിച്ച് പറയാനുമില്ല. നല്ല രീതിയിൽ തന്നെ പറഞ്ഞ സമയത്തിന് 10 ദിവസം മുൻപേ പണി തീർക്കുന്നത്. അതാണ് ഏറ്റവും വലിയൊരു. അതെ, നമുക്ക് നമ്മളുടെ ഹൗസ് പുതിയൊരു വീട് പണിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആരെങ്കിലും അതിൻ്റെ നമ്മുടെ കമ്പനിയുമായിട്ടുള്ള ഫീഡ്ബാക്ക് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് ആണുള്ളത്.